വൻ ഭക്തജനത്തിരക്ക്. ശബരി പീഠം മുതൽ സന്നിധാനം വരെ 10 മണിക്കൂറാണ് ഭക്തർക്ക് ക്യൂ നിൽക്കേണ്ടി വരുന്നത്. തിരക്ക് നിയന്ത്രിക്കാൻ നിലയ്ക്കലിൽ മുൻപുള്ളയിടങ്ങളിൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. നിലവിലെ തിരക്ക് നിയന്ത്രണ വിധേയമായെന്ന് പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ശനിയാഴ്ചയും ഞായറാഴ്ചയും ശബരിമലയിൽ തിരക്ക് നന്നേ കുറവായിരുന്നു. എന്നാൽ ഇന്നലെ ഉച്ചയോടെ സ്ഥിതി മാറി. ഇന്ന് പുലർച്ചെ മുതൽ സന്നിധാനത്തേക്ക് അയ്യപ്പന്മാരുടെ ക്രമാതീതമായ ഒഴുക്കാണ്. 12 മണിക്കൂർ ആവാറായി ഇപ്പോൾ ലൈൻ നിൽക്കാൻ തുടങ്ങിയിട്ട്. 10:30 മണിക്ക് അവിടുന്ന് പമ്പയിൽ നിന്ന് കയറിയതാ ഞങ്ങള്. നടപ്പന്തല് മാത്രമേ വെള്ളമുള്ളൂ, താഴ്ഭാഗത്തൊന്നും വെള്ളമില്ല. രാത്രി പമ്പ ത്രിവേണിയിലും ഗണപതി ക്ഷേത്രത്തിന് സമീപത്തും നീണ്ട ക്യൂ. ശബരിപീഠം മുതൽ സന്നിധാനം വരെ മണിക്കൂറുകളാണ് അയ്യപ്പന്മാർ ക്യൂവിൽ നിൽക്കുന്നത്. 8 hour ஆகுது நான் கணக்கு படுத்துக்கு 8 hour நிக்கிறோம். சாப்பாடு கூட இல்ல, எதுவுமே இல்ல. தண்ணி நடுவில் தான் கொடுத்தாங்க, கொஞ்சம் தண்ணி, அவ்வளவுதான், എതുമേ കഴിയാതെ. രാവിലെ നട അടയ്ക്കുന്ന ടൈമിൽ ബ്ലോക്ക് ചെയ്താണ്. പശുമേട് കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ്. ഞങ്ങൾക്കൊക്കെ വഴിക്കുന്ന എന്തെങ്കിലുമൊക്കെ കഴിച്ചങ്ങനെ പോരാ. ഇത് അതല്ലല്ലോ, ഇത് വഴിയിലല്ലേ തടയുന്നേ, അതാണ് ബുദ്ധിമുട്ട്. സന്നിധാനത്ത് തിരക്ക് ക്രമാതീതമായി വർദ്ധിച്ചതോടെ നിലയ്ക്കലിന് മുന്നേ അയ്യപ്പന്മാരുടെ വാഹനങ്ങൾ നിയന്ത്രിതമായ തോതിൽ മാത്രമാണ് കടത്തിവിടുന്നത്. പാല, എരുമേലി, പന്തളം, ലാഹ, പൊൻകുന്നം, പത്തനംതിട്ട എന്നിവിടങ്ങളിൽ വാഹനം തടഞ്ഞ് തിരക്ക് നിയന്ത്രിക്കുകയാണ്. വിരിവെക്കാൻ സൗകര്യമുള്ളയിടത്ത് മാത്രമാണ് വാഹനങ്ങൾ തടയുക എന്നും തിരക്ക് നിയന്ത്രണ വിധേയമാണെന്നും പോലീസ് അറിയിക്കുന്നു. മണിക്കൂറിൽ 4200 പേരെയാണ് ഇപ്പോൾ ശബരിമലയിൽ 18-ാം പടി 600-ലേക്ക് ഉയർത്തിയാൽ മാത്രമേ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടിയിട്ടുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് പോലീസ് അയ്യപ്പന്മാർ. ശബരിമലയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് ബാലുശ്ശേരിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ, ഇൻ റിപ്പോർട്ടർ.